ഞാൻ ഷസ്ന. വാർത്തകൾ വിശദമായി. പൊന്നിൻ ചിങ്ങത്തിന് പൂവാട ചാർത്തി ഇന്ന് അത്തം. ഇന്നു മുതൽ 10 ദിവസം മലയാളിയുടെ മനസ്സിലും മുറ്റത്തും പൂക്കളങ്ങൾ നിറയും. മലയാളിക്ക് കൈമോശം വന്നു പോകുന്ന ഓണദിനങ്ങളെ വീണ്ടെടുക്കുന്നതാകട്ടെ ഈ ഓണക്കാലം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അടുത്ത 10 നാൾ അങ്കണങ്ങളിൽ പൂക്കളം ഉണ്ടാകും. ഓണാഘോഷങ്ങൾ തുടങ്ങുന്നത് തന്നെ അത്തപ്പൂക്കളത്തിൽ നിന്നാണ്. കാടും മേടും കടന്ന് പൂക്കളിറുത്ത കാലം വിസ്മൃതിയിലായെങ്കിലും വരും ദിവസങ്ങളിൽ അയൽനാടുകളിൽ നിന്നെത്തുന്ന പൂക്കൾ കൊണ്ട് നാം മലയാളികൾ പൂക്കളം തീർക്കും. ഒരു നാടിന്റെ സ്മൃതികളിൽ പൈതൃകങ്ങളിൽ നിറയുന്ന ആഘോഷം. കാലം കഴിയുമ്പോൾ തലമുറകൾ പഴയതിന്റെ പൊലിമ പറയുന്ന തരത്തിൽ മലയാളത്തിന്റെ ആഘോഷം. ഓണം എത്ര തന്നെ ദൂരെയുള്ള മലയാളിയെയും സദ്യ കഴിപ്പിക്കുന്ന, കേരള വസ്ത്രം ധരിപ്പിക്കുന്ന വിസ്മയമാണ്. വള്ളം കളിയും ഓണപ്പാട്ടും ഓണപ്പൊട്ടനും ഓണസദ്യയും തുടങ്ങി പുതിയ കാലത്തിന്റെ ഡിജിറ്റൽ ഓണം വരെ കാലത്തിൽ ഓരോ തവണയും അടയാളപ്പെടുത്തുന്ന ഓർമ്മകളാണ്. ഗൃഹാതുരതയുടെ വീണ്ടെടുപ്പ് കൂടിയാണ് മലയാളികൾക്ക് ഓരോ ഓണക്കാലവും. പണ്ടൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാനൊക്കെ പുലർച്ചെ 5 മണിക്ക് എണീറ്റിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഏച്ചിമാരും എൻ്റെ ഫ്രണ്ട്സും ഞങ്ങളെല്ലാവരും കൂടെ പറമ്പിലൊക്കെ തുമ്പപ്പൂവും എല്ലാം പറിക്കാൻ പോകും. മത്സരമാണ് ഏറ്റവും കൂടുതൽ പൂവാരാ പറിക്കുക എന്നൊക്കെ. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഓണപരീക്ഷേൻ്റെ സമയത്തൊക്കെയാണല്ലോ ഇത് ഉണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് തുമ്പിയൊന്നും കിട്ടാനില്ല. പിന്നെ വാങ്ങുന്ന പൂവാണ് അധികം. എന്നാലും ഉള്ള പൂവൊക്കെ വെച്ചിട്ട് ഓണത്തിന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ 10 ദിവസം കാത്തിരിപ്പിൻ്റേത് കൂടിയാണ്. പുത്തനുടുപ്പും സദ്യയും ഓണക്കളികളുമായി തിരുവോണം ആഘോഷിക്കാനുള്ള കാത്തിരിപ്പ്. ACV ന്യൂസ്, കോഴിക്കോട്.